ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ മെജീഷ്യനാണല്ലേ? തീറ്റിക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ? ഭയങ്കരം തന്നെ. ചൂടുവെള്ളത്തിന് വരെ തിളച്ചോളാണോ തിന്നാൻ പറ്റണില്ല. തപ്പ് ഓർഡർ പോലെ ചങ്ക് കയറുന്നുണ്ടുണ്ടുണ്ടും പിടയ്ക്കുക, കരച്ചില് വരിക. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മളെ സിനിമാസ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായല്ലേ നമ്മൾ ഇവിടുത്തെ ഫുഡുകൾ കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ എപ്പോൾ വന്നാലും ഈ സീറ്റ് നമുക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കും. ബാക്കി എല്ലാ സീറ്റിലും ആളായിരിക്കും. ഞങ്ങൾ സ്ഥിരമായിട്ട് എപ്പോൾ പോയാലും ഈ റൂം ഈ സീറ്റ് ഞങ്ങൾക്കുള്ളത് തന്നെ. അങ്ങനെ സ്ഥിരമായിട്ട് എന്നും കിട്ടുന്ന സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ കട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പം സ്ഥിരം നോക്കുന്ന കണക്ക് ഞാൻ മെനു കാർഡ് മൊത്തം അരിച്ചു പറക്കി കേട്ടോ. എന്നിട്ട് ഇത് വല്ലതും പറയുമോ? പറയത്തില്ല. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് തന്നെ നമ്മൾ വെച്ച് താകുന്നത്. അങ്ങനെ ഓർഡർ എടുക്കാൻ ആൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓർഡറൊക്കെ കൊടുത്തു. ഫസ്റ്റ് നമ്മളൊരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ, ചിക്കൻ്റെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ്. അത് അടിപൊളി സാധനം കേട്ടോ. ഞങ്ങൾ എപ്പോൾ വന്നാലും ഫസ്റ്റ് അത് ട്രൈ ചെയ്യും കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ സാധനം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കില്ല, എനിക്ക് അക്കുവൊക്കെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ സൂപ്പ് വന്നിരിക്കുന്നു ഗൈസ്. അതിൻ്റെ കൂടെ വൈറ്റ് പെപ്പറായിരുന്നു കേട്ടോ. അറിയാതെ എനിക്കൊരു കുറച്ച് ഞാൻ തട്ടിയിട്ടേം ചെയ്തു കേട്ടോ. അങ്ങനെ സൂപ്പ് വന്നു. രണ്ടെണ്ണം പറയുന്നത്, ഒന്ന് എനിക്കും അക്കുവിനും, ഒരെണ്ണം ഇക്കാക്കും. റയാൻ അങ്ങനെ കഴിക്കൂല. അങ്ങനെ നല്ല അടിപൊളി സൂപ്പ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വൈറ്റ് പെപ്പർ തട്ടിയിട്ട് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ വൈറ്റ് പെപ്പറാന്നുള്ള കാര്യം. അങ്ങനെ എന്നാ ഒരു മണവാ. പക്ഷെ എൻ്റെ പൊന്നെ എന്തൊരു ചൂടാനെന്ന് പറയാം. തിളപ്പോടുകൂടി എടുത്ത് ആ നാട്ടിലോട്ട് ഒഴിച്ചു കൊടുത്ത് അണ്ടകടാഹം വരെ പൊള്ളി കേട്ടോ. പിന്നെ അനങ്ങാതിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അക്കൂനും കൊടുത്തിട്ടോ. അക്കൂനും പണി കിട്ടി കേട്ടോ. അക്കു അനങ്ങാതെ നൈസിന് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അക്കു അനങ്ങാതിരിക്കുന്നുണ്ട്. അക്കുൻ്റെ നാവൊക്കെ പൊള്ളി കേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റയാൻ വിശന്ന് തുടങ്ങി കേട്ടോ. റയാൻ ഇങ്ങനെ വിശന്നിട്ട് റയാൻ ഇരുന്ന് പിരിവിരിപ്പ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചൂട് ഫുഡ് പോലെ അവിടുത്തെ നല്ല ചൂട് പ്ലേറ്റ് വന്നിട്ടുണ്ട്. ചൂട് പ്ലേറ്റ് എപ്പോഴും നല്ല ക്ലീൻ ആട്ടോ. റയാൻ എന്നിട്ടും ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അങ്ങോട്ട് തുടയ്ക്കാം. അവന് നല്ല ക്ലീൻ ആയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റയാൻ്റെ ഹാലൊക്കെ മാറി തുടങ്ങി കേട്ടോ. അവന് വിശന്ന് തുടങ്ങി. അവൻ്റെ ഭാവ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതെന്താ ഇത്ര നേരമായെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ബഹളം തുടങ്ങി. അങ്ങനെ നൈസിന് കുറച്ച് നേരം ഫോണൊക്കെ കാണിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ നമ്മളുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തത് ഇപ്പോൾ സ്ഥിരമായി നമ്മൾ പൊറോട്ട ബീഫ് ഇല്ലാതൊരു കളിയില്ല ഗായ്സ്. അത് കഴിഞ്ഞിട്ട് റയാന് വേണ്ടി അക്കുന് വേണ്ടി നൂഡിൽസ് പറഞ്ഞു. റയാന് വേണ്ടി ചിക്കൻ ഡ്രാഗൺ ചിക്കൻ, റയാൻ അതാണ് ഇഷ്ടം, അത് പറഞ്ഞു. ചിക്കൻ ലോലിപോപ്പ് ആണ് മിക്കപ്പോഴും വാങ്ങുന്നത്. ഇന്നൊന്ന് മാറ്റി പിടിച്ചു. അങ്ങനെ പൊറോട്ടയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നൂഡിൽസ് ട്രൈ ചെയ്തു കേട്ടോ. നൂഡിൽസ് എല്ലാ ഫുഡും നല്ല അടിപൊളി ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ പോകുന്നത് കൊണ്ടൊരു അഭിപ്രായം പറയുന്നില്ല. അങ്ങനെ അടിപൊളിയാണ്. അങ്ങനെ എല്ലാ ഫുഡും വന്നു. ഞങ്ങൾ കഴിക്കുന്നു. ഞാനങ്ങനെ ഫസ്റ്റ് എല്ലാത്തിന്നും ഇച്ചിരി എടുത്തു. ആദ്യം നമുക്ക് എല്ലാം കൂടെ വാഴ്ത്തുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എല്ലാത്തിന്നും ഒരു ഇച്ചിരി എടുത്ത് ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഡ്രാഗൺ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിരിക്കണമെന്ന്, എങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടിയേനെ. എല്ലാ ഐറ്റവും പ്ലേറ്റിൻ്റെ ചുറ്റിനിരിക്കുമ്പോൾ ഒരു മനസ്സുഖമാണ് മക്കളെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ നൂഡിൽസ് കുറച്ച് ഇങ്ങടെ വെച്ചിട്ടുണ്ട്. നൂഡിൽസ് എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് തിന്നണം എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് നമുക്ക് തോന്നുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നൂഡിൽസും കൂടെ എടുത്ത് അവിടെ വെച്ചു. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തുവേണമെങ്കിലും കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. റയാൻ കഴിപ്പൊന്നുമില്ല. റയാൻ വെറുതെ ഇരുന്ന് കറങ്ങുക. റയാൻ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, മറ്റേ സോസ് മയോണൈസ് അല്ലേ അവന് ഇഷ്ടമല്ല. സോസ് അവന് കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല. ഇപ്പം അവൻ സോസ് കഴിക്കത്തേ ഇല്ല. ഇനി ഞാനൊന്ന് ആസ്വദിച്ച് ചൂടാറ്റി കേട്ടാ കഴിക്കുന്നത്. ആദ്യം ഒരു പണി കിട്ടിയതുകൊണ്ട് ഞാൻ നാക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തേ കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വാഷ് ചെയ്യാൻ പോയടുത്ത് ഭയങ്കര വെറ്റാട്ടാ. ഞങ്ങൾ വാഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ആ പേപ്പർ ഇത്രയും വലിച്ചെടുത്ത് ഞാൻ റയാനും അക്കും കൂടെ കളിച്ചിട്ടേ സാധാരണ പോത്തോളും കേട്ടോ. ഇന്ന് ഞാൻ വാഷ് ബേസിനൊക്കെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരുന്ന ആൾക്കാരൊക്കെ അവിടെ എവിടെയും വേസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൈ കഴുകി അതും ഒന്ന് വൃത്തിയാക്കി. അതും കഴിഞ്ഞ് ഞങ്ങൾ പേപ്പർ വലിച്ചെടുത്തോണ്ട് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ചവിട്ടി പുറത്താക്കും. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഇനി വയറ്റിൽ 1 ഇഞ്ച് സ്ഥലമില്ല ഗായ്സ്. വയറ് ഫുള്ളായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഗായ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ മക്കളെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഓക്കെ സി യു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ ടാറ്റ ബൈ ബൈ.